സിന്ധു നദീജല കരാർ ഉപേക്ഷിക്കില്ല, അല്ലെങ്കിൽ അത് ഫ്രീസ് ചെയ്ത നടപടി നമ്മൾ പിൻവാങ്ങില്ല, നമ്മൾ ഉറച്ചു പറഞ്ഞ കാര്യം. ഇപ്പം പാകിസ്ഥാൻ കരഞ്ഞുകൊണ്ട് കാല് പിടിച്ചു വരുന്നു കേൾക്കുന്നല്ലോ. പാകിസ്ഥാൻ കരഞ്ഞ് കാല് പിടിക്കാതെ എന്താ വഴി? പാകിസ്ഥാനിൽ രണ്ടാമത്തെ കരച്ചിലാണല്ലോ. ആദ്യത്തെ കരച്ചിൽ ഈ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസ് ഇന്ത്യൻ സൈന്യത്തോട് കേണപേക്ഷിച്ചു. 1.5 മണിക്ക് വിളിച്ചു, നമ്മളെടുത്തില്ല, നമ്മുടെ DGMOയെ തിരക്കിലായിരുന്നു. വീണ്ടും 3.5 മണിക്ക് വിളിച്ച് കരഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെടിനിർത്തലിന് നമ്മൾ സമ്മതിച്ചത്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആദ്യത്തെ ദിവസം തന്നെ തകർന്ന പാകിസ്ഥാൻ പിന്നത്തെ 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ നടുവൊടിഞ്ഞ പാമ്പനെ പോലെയായി. ഈ എഴയാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലായി. അപ്പോൾ അത് എന്തായാലും വെടിനിർത്തലായി. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ എന്ന രാജ്യം ഇനി നിലനിൽക്കുമോ ഇല്ലയോ എന്നതാണ്. കാരണം പാകിസ്ഥാൻ എന്ന രാജ്യം ഛിന്ന ഭിന്നമായി പോകാനുള്ള കാരണങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ BLA അല്ലെങ്കിൽ ഖൈബർ പഷ്തൂൺഖാ മേഖലയിലെ താലിബാൻ പിന്തുണയുള്ള പോരാളികൾ ഇവർ നടത്തുന്ന പോരാട്ടം മാത്രമല്ല, പാകിസ്ഥാനിൽ വരാൻ പോകുന്നത് വലിയ ആഭ്യന്തര കലാപമാണ്. ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയാറുണ്ട്, ലോകത്ത് ഇനി ഉണ്ടാകാൻ പോകുന്ന യുദ്ധങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറയുന്നത് പോലെ വെള്ളത്തിന് വേണ്ടിയായിരിക്കും. പാകിസ്ഥാനിൽ വെള്ളം ഒരു കിട്ടാക്കനിയാകുക. സിന്ധു നദീജല കരാർ എന്ന പേരിൽ ഇന്ത്യയുടെ താല്പര്യങ്ങളാകെ ഹനിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഏകപക്ഷീയമായി സഹായിക്കുന്ന തരത്തിൽ 1960 ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയ കരാറിനെയാണ് നരേന്ദ്രമോദി കുഴിച്ചുകൂടിയത്. ഇപ്പോൾ ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്, പാകിസ്ഥാൻ്റെ ജലവിഭവ വകുപ്പ് സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ് ഇന്ത്യയുടെ ജലവിഭവ വകുപ്പ് തുല്യമായ ജൽശക്തി മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി ദേബശ്രീ മുഖർജിക്ക് ഒരു കത്തയച്ചിട്ട് പറഞ്ഞു, അപേക്ഷയാണ്, പിൻവലിക്കണം, ദയവായി നിങ്ങളുടെ തീരുമാനം മാറ്റണം, ഞങ്ങൾക്ക് വെള്ളം തരണം, വെള്ളം തന്നില്ലെങ്കിൽ ഇത് നിയമവിരുദ്ധമായ നടപടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏകപക്ഷീയമാണ്, ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല. എന്തിനാലോചിക്കാൻ? അവൻ അവിടുന്ന് തീവ്രവാദികളെ ഇങ്ങോട്ട് കയറ്റിവിട്ട് നമ്മുടെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജലയുദ്ധമാണ് ആദ്യം തുടങ്ങിയത്, അത് ഏകപക്ഷീയമായിട്ട് ചെയ്തതാണ്. പിന്നെ പാക് ജനതയ്ക്കും സമ്പദ്ഘടനയ്ക്കും എതിരെ വലിയ ദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് ദയവായി വെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്ന ഇന്നലെയൊന്നുമല്ല, പുറത്തു വന്നു ഇപ്പോഴാണെന്നേ ഉള്ളൂ. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം തരുമോ എന്ന് ചോദിച്ച് ഈ കത്ത് ഇവിടെ വന്നിരുന്നു. അത് നമ്മളവിടെ ഒരു ചുവപ്പ് നാടയൊക്കെ കെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഝലം നദിയിലെ സലാർ ഡാം തുറന്നു, വലിയ തോതിൽ വെള്ളം അരച്ചു പോകുന്നു. ചനാബ് നദിയിൽ 28,000 ക്യൂസെക്സ് വെള്ളമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തുറന്നു വിട്ടത്. 6,000 ക്യൂസെക്സ് അയച്ചിരുന്നത് 28,000 ആയിട്ട് നമ്മൾ കൂടുതൽ തുറന്നു വിട്ടു മഴ പെയ്തപ്പോൾ. അതിനു മുമ്പ് നമ്മൾ അടച്ചു. അപ്പോൾ ഡാം അടച്ചും ഡാം തുറന്നു വിട്ടും നമ്മൾ അത്യാവശ്യം ചെറിയ പണിയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ 6 നദികളാണ് പാകിസ്ഥാനിലും ഇന്ത്യയിലും കൂടെ ഒഴുകുന്നത്. ഈ 6 നദികളിൽ 3 അവരുടെ നിയന്ത്രണത്തിലും 3 നമ്മുടെ നിയന്ത്രണത്തിലും എന്നാണ് പറയുന്നത്. പക്ഷേ ഫലത്തിൽ 6 നദികളുടെയും ജലത്തിൻ്റെ പൂർണ്ണ അവകാശം പാകിസ്ഥാന് കൊടുക്കുന്ന തരത്തിലാണ്. നമ്മളവിടെ ഡാം ഉണ്ടാക്കാൻ പാടില്ല, നമ്മൾ ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കാൻ പാടില്ല. നദികളെല്ലാം നമ്മുടെ രാജ്യത്തൂടെ ഉത്ഭവിച്ചൊഴുകി പോകുന്ന നദികളാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സഹോദര രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് കരുതുന്ന ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ, ഇപ്പോഴും പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത സ്നേഹമാണല്ലോ, ഈ കോൺഗ്രസ് സർക്കാർ ഏകപക്ഷീയമായി പാകിസ്ഥാന് മാത്രം ഗുണമുണ്ടാകുന്ന തരത്തിലാണ് ഈ കരാർ ഉണ്ടാക്കി വെച്ചത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനിലിപ്പം ബലൂജ് മേഖല, പാകിസ്ഥാൻ്റെ വിസ്തൃതിയിൽ 44% ബലൂജാണ്. പക്ഷെ ബലൂജിൽ അവർ മുമ്പ് കലാത്ത് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. ജിന്ന ചതിച്ചതാണ്, ആ രാജ്യത്തെ ജിന്ന പിടിച്ചെടുത്ത് ചേർത്താണ്. ഖൈബർ പഷ്തൂൺഖാൻ അവർ പറഞ്ഞു, ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ ഇവരുമായിട്ടൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഇറാൻ അല്ലെങ്കിൽ അഫ്ഗാൻ ഗോത്രങ്ങളാണ്, ഞങ്ങൾക്ക് വേറെ രാജ്യമാണ്. പിന്നെ സിന്ധുദേശ് അവർ വേറെ ആളുകളാണ്. ഇങ്ങനെ പാകിസ്ഥാൻ പഷ്തൂണിസ്ഥാനായിട്ടും ബലൂചിസ്ഥാനായിട്ടും സിന്ധുദേശായിട്ടും പഞ്ചാബായിട്ടും ഒക്കെ ചിതറിത്തെറിച്ച് പോണോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ നിർണായക ഘടകമായി ഇപ്പോൾ ഈ സിന്ധു നദീജല കരാർ മാറാൻ പോവുകയാണ്. നമ്മൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനം? കാരണം പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നമായ 2 പ്രവിശ്യകളാണ് പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നം. ഒന്ന് സിന്ധും ഒന്ന് പഞ്ചാബും. പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് രാഷ്ട്രീയ നേതൃത്വം മുഴുവനുള്ളത്, ഭരണ നേതൃത്വം മുഴുവനുള്ളത്. പാകിസ്ഥാനിലെ പഞ്ചാബികളാണ് അവിടുത്തെ ഭരണവർഗം. എലീറ്റ് എന്ന് പറയുന്ന സവർണ പ്രാമാണികത്വമുള്ള
മുസ്ലിമുകൾ അവിടെയാണ്. അവരാണ് സമ്പന്നർ, അവരാണ് രാജ്യത്തിൻ്റെ എല്ലാ സുപ്രധാന പദവികളിലും ഇരിക്കുന്നത്. സൈന്യത്തിലാവട്ടെ, കോടതിയിലാവട്ടെ, സർക്കാരിലാവട്ടെ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കട്ടയ്ക്ക് നിൽക്കും സിന്ധ് പ്രദേശം. ഈ പഞ്ചാബ്, സിന്ധ് എന്ന് പറയുന്ന 2 പ്രദേശങ്ങൾ പാകിസ്ഥാനിലെ ഗൾഫാണെന്ന് പറയാം. എല്ലാവർക്കും അവിടെ പോകണം, അവിടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അവിടെ വലിയ സമ്പന്നന്മാർ, വലിയ സമ്പന്നതയുടെ മടിത്തട്ടിലാണ്. ഈ പഞ്ചാബിനെയും സിന്ധിനെയും സമ്പൽ സമൃദ്ധമായ പ്രദേശമാക്കി മാറ്റുന്നത് ഇന്ത്യയിൽ നിന്ന് ഒഴുകി ചെല്ലുന്ന നദീജലമാണ്. പാകിസ്ഥാൻ ഒരു കാർഷിക രാജ്യമാണ്. നമ്മൾ മുമ്പൊരു ടോക്കിൽ നമ്മൾ പറഞ്ഞു, പാകിസ്ഥാൻ കയറ്റുമതി ചെയ്യുന്നത് 2 സാധനങ്ങളാണ്. ഒന്ന് കാർഷിക ഉൽപ്പന്നങ്ങളും, 2 തീവ്രവാദമാണ്. ആ തീവ്രവാദത്തിൻ്റെ നട്ടലാണ് ഇപ്പം നമ്മൾ ഓടിച്ചത്. കാർഷിക വൃത്തി ഇല്ലാതായാൽ പാകിസ്ഥാനില്ല. കാർഷിക വൃത്തി വേണമെങ്കിൽ വെള്ളം വേണം, വെള്ളം വേണമെങ്കിൽ ഇന്ത്യ കൊടുക്കണം, ഇന്ത്യ കൊടുക്കണമെങ്കിൽ മോദി തീരുമാനിക്കണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്നത് സ്വാഭാവികമായും ജലം ഒഴുക്ക് നിൽക്കുന്നതുകൂടി പഞ്ചാബും സിന്ധും വല്ലാത്ത പ്രതിസന്ധിയിലാവും. കൃഷി നശിക്കും, പാകിസ്ഥാൻ്റെ സമ്പദ്ഘടന നശിക്കും. അപ്പോൾ പഞ്ചാബിലും സിന്ധിലും സ്വാഭാവികമായും കർഷകരും മറ്റു ജനങ്ങളും തെരുവിലിറങ്ങുന്ന അവസ്ഥയുണ്ടാവും. അവിടം കലാപകലുഷിതമാവും, തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറും. വെള്ളമില്ലെങ്കിൽ പിന്നെ ജനം എന്ത് ചെയ്യും? വെള്ളം എങ്ങനെ ഇല്ലാതായി എന്ന് ചോദിക്കുമ്പോൾ, കാരണം സർക്കാരിൻ്റെ പിടിപ്പുകേടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ മുൻകാലങ്ങളിൽ ഇന്ത്യയോട് എടുത്തിട്ടുള്ള തീവ്രവാദത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാനിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യയുമായിട്ട് ഇന്ത്യക്കാരെ മുഴുവൻ കൊന്നൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നും ആവണമെന്നില്ല. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവർ ഉണ്ടാവാം. പക്ഷേ എന്നാൽ പോലും ഇന്ത്യക്കെതിരെ എന്നും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന് അടി വാങ്ങിയെടുക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് നമ്മുടെ പാട് നോക്കി ജീവിച്ചാൽ പോരെ. ലോകത്ത് എത്രയോ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, അല്ലേ? അതെ. ഒരു പ്രശ്നവുമില്ലാതെ ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സമ്പൽ സമൃദ്ധി കഴിയും. ഇനിയിപ്പോൾ താലിബാൻ പോലും നോക്കൂ. താലിബാൻ ഇസ്ലാമിക രാജ്യമാണ്. താലിബാൻ ഇന്ത്യ വന്ന് ചൊറിയാൻ പോകുന്നില്ലല്ലോ. അഫ്ഗാനിസ്ഥാൻ, താലിബാനല്ല, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തിനാണ് ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവിടുത്തെ നമ്മുടെ സർക്കാർ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കും. ജനങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു സർക്കാരിനെതിരെ കലാപമായിട്ടോ ഇപ്പം തന്നെ ബലൂജൊക്കെ സ്വയംഭരണം പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ആഭ്യന്തരമായി വലിയ കലാപം ഉണ്ടാകാം. പിന്നെ മാത്രമല്ല, ഇപ്പം ജലമില്ലാതെ വരുന്നതുകൂടി സമ്പദ്ഘടന തകരുമ്പോൾ ബലൂചിസ്ഥാൻ, ഖൈബർ പഷ്തൂൺഖാ മേഖലയിലൊക്കെ പരിമിതമായെങ്കിലും എത്തുന്ന പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു മണി ഫ്ലോ നിൽക്കും. അപ്പോൾ അവിടെ കൂടുതൽ ദാരിദ്ര്യം ഉണ്ടാകും. അപ്പോൾ ആളുകൾ കൂട്ടത്തോടെ സിന്ധിലേക്കും പഞ്ചാബിലേക്കും ഓടിയെത്തും. അവിടെ പോയാൽ രക്ഷപ്പെടാൻ കരുതി വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹം പോലെയുള്ള ആളുകളുടെ ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടാകും. അങ്ങനെ പാകിസ്ഥാൻ വലിയ കെടുതിയിലേക്ക്, ആഭ്യന്തര കലാപം ഉണ്ടാകാൻ പോകുന്ന അങ്ങനെയൊക്കെയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമാവും, കച്ചവടം ഇല്ലാണ്ടാവും, കൃഷി ഇല്ലാണ്ടാവും, ഭക്ഷ്യധാന്യങ്ങൾ പോലും ഇല്ലാണ്ടാവും. ഇതാണ് സംഭവിക്കാം. ഇത് ഒരു ദിവസം കൊണ്ട് കുറേ കാലം കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നുള്ള ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. വെള്ളം ഇല്ലാതായാൽ വെള്ളം ഇല്ലാതെ എത്ര ദിവസം മനുഷ്യന് ജീവിക്കാൻ പറ്റും? നമ്മൾ ഓരോ മനുഷ്യനും ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കുളിക്കാനും ബാത്റൂമിലും ഒക്കെ ആയിട്ട് ഒരു ദിവസം നമ്മൾ ശരാശരി ഒരു 200 ലിറ്റർ ജലമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ ജലം ധാരാളമായി ലഭ്യമാകുന്നതുകൊണ്ടാണ്, അല്ലേ? അതെ. വെള്ളമില്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കുന്നത്, ഏറ്റവും ആദ്യം നമ്മൾ മാറ്റിവെക്കുന്ന ഒന്ന് കുളിയായിരിക്കും. എല്ലാ ദിവസവും കുളിക്കണ്ട. ഇപ്പോൾ ദിവസം 2-3 നേരം കുളിക്കുന്ന ആളുകളുണ്ട്. അതെ, ജലലഭ്യത ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 ദിവസമാകും, ആഴ്ചയിൽ 1 ദിവസമാകും. പലയിടത്തും ഈ ശരീരം വൃത്തിയാക്കാൻ തുണി കൊണ്ട് തുടയ്ക്കുന്നവരുണ്ട്. ജലമില്ലാത്ത രാജ്യങ്ങൾ, ആഫ്രിക്ക പോലെയുള്ള കടുത്ത ചൂടുള്ള രാജ്യങ്ങളിൽ അവർക്ക് കുളിയൊന്നും പ്രശ്നമല്ല. അല്ലാതെ ഹൈജീനായിട്ടിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ വെറ്റ് ടിഷ്യൂസ് ഉപയോഗിക്കുന്നവരുണ്ട്. ഇതൊക്കെ ചെയ്യാറുണ്ട്. രോഗികളെ കുളിപ്പിക്കാറില്ല, വെറ്റ് ടിഷ്യൂസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ജലലഭ്യത കുറയുക എന്ന് പറഞ്ഞാൽ ആ രാജ്യം തകർന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഒരു മരുഭൂമിയായി മാറാൻ പോവുകയാണ്. ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ഷഹബാസ് ഷെരീഫ് തന്നെ നരേന്ദ്രമോദിയെ കണ്ട് അപേക്ഷിക്കുന്ന തരത്തിലേക്ക് മാറും. അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ അവരുടെ പാകിസ്ഥാൻ ജലവകുപ്പ് സെക്രട്ടറി സെയ്ദ് അലി മുർത്താസ ഇപ്പോൾ ഈ ഒരു അപേക്ഷ വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് വെള്ളം തരണം. പക്ഷേ വളരെ പ്രഖ്യാപിതമായ നിലപാട് ഇന്ത്യയുടേത്. ഇന്ത്യ പല പ്രാവശ്യം പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, തീവ്രവാദവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. നിങ്ങൾ വെള്ളം വേണോ? നിങ്ങൾ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കണം. ഇനി തീവ്രവാദ പ്രവർത്തനം നീ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മുടെ സ്റ്റാൻഡ് മാറി. ഇനി ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി ഞങ്ങൾ കണക്കാക്കും. ഈ വെടിനിർത്തൽ വെടിനിർത്തലിന് നമ്മൾ വലിയ ക്ലോസ് വെച്ചിട്ടുണ്ട്, വ്യവസ്ഥ. ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനം ഉണ്ടായാൽ അന്ന് ഈ വെടിനിർത്തൽ അവസാനിക്കും. അത് യുദ്ധമായി കണക്കാക്കി തിരിച്ചടിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും
സർക്കാർ ഈ ജല കരാർ റദ്ദാക്കിയതിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പലരും പറഞ്ഞു നമ്മൾ ഈ വെള്ളം അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും, ഇതിന് മാർഗ്ഗമുണ്ടോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും പറഞ്ഞു എങ്ങനെ ഡാം അടയ്ക്കും, വെള്ളം പോയി ചുമ്മാ ഭംഗിവാക്ക് പറയാം. അങ്ങനെയൊന്നുമല്ല. മോദി 2014 അധികാരത്തിൽ വരുന്ന കാലം മുതൽ തന്നെ ഈ നദീജല കരാറ് തട്ടിപ്പാണെന്നും ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതല്ലെന്നും ഇത് റദ്ദാക്കണമെന്നുള്ള ആശയം മോദിക്കുണ്ടായിരുന്നു. മോദി പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ഡാമൊക്കെ അടച്ചിട്ടല്ലോ. അടച്ചിട്ടിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായോ? ഇല്ല. അപ്പോൾ ഈ വെള്ളം എവിടെ പോയി? കൃത്യമായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പലയിടത്തും നമ്മൾ കനാലുകളും ചാലുകളും ഒക്കെ കീറിയിരുന്നു. ഡാം അടച്ചപ്പോൾ ആ വെള്ളം നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റി. അതൊരു ട്രയൽ റൺ കൂടെ നമ്മൾ നടത്തി. അപ്പോൾ കൃത്യമായും ഈ നമ്മുടെ 6 നദികളിലെ പ്രധാനപ്പെട്ട ഡാമുകളൊക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വരണ്ടു പോകുന്നു. പാകിസ്ഥാനികൾക്ക് നന്നായിട്ടറിയാം, ഇന്ത്യക്ക് നന്നായിട്ടറിയാം. നമ്മൾ അതിനു വേണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടാക്കും, ഐക്യരാഷ്ട്രസഭയിൽ പറയും. ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് അന്താരാഷ്ട്ര സമ്മർദ്ദവും ഒക്കെ ചിലപ്പോൾ വെള്ളം ഭാവിയിൽ തുറന്നു കൊടുക്കേണ്ടി വന്നേക്കാം. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ പിന്നെ മാത്രമല്ല കുടിവെള്ളം നിഷേധിച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് കാലം ഒന്നും മുന്നോട്ട് പോകാനും കഴിയില്ല. പക്ഷേ ഒരു ടേബിളിന് ചുറ്റും പാകിസ്ഥാനെ കൊണ്ടുവരാനും നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ പണ്ട് ഒരു വ്യവസ്ഥയില്ല, നമുക്കൊരു ഗുണമില്ലാത്ത കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുതിയൊരു കരാർ ഉപയോഗിക്കാം. പുതിയ കരാർ ഉണ്ടാക്കിയിട്ട് ഇനി നിനക്ക് വെള്ളം തരണമെങ്കിൽ നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഞാൻ എൻ്റെ പുഴയിൽ ഞാൻ ഡാം ഉണ്ടാക്കും, ഞാൻ വൈദ്യുതി ഉണ്ടാക്കും എന്നൊക്കെ ഇന്ത്യക്ക് പറയാം. പകരം ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ ക്ലോസായിട്ട് ഇനി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിന് ആളും അർത്ഥവും കൊടുക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടി വെച്ചിട്ട് ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ റീഡിഫൈൻ ചെയ്ത് പുതിയ കരാറിലേക്ക് മാറിയാൽ പോലും അത്ഭുതമില്ല. ഏതായാലും പാകിസ്ഥാൻ സൈനികമായ തകർച്ചയ്ക്ക് ശേഷം വെള്ളത്തിൻ്റെ പേരിലുള്ള ദയനീയമായ കീഴടങ്ങളിലേക്കുള്ള യാത്ര പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ നിലവിളിയാണ് പാകിസ്ഥാൻ ജലവിഭവ വകുപ്പ് സെക്രട്ടറി സ്വന്തം ഇഷ്ടത്തിൽ കത്തൊന്നും വയ്ക്കുമല്ലോ, സർക്കാർ പറഞ്ഞിട്ടാണ്. അയാളുടെ സയ്യിദ് അലി മുർത്താസയുടെ കത്ത് വന്നിരിക്കുന്നത്. ഇനി ഷഹബാസ് ഷെരീഫിൻ്റെ നിലവിളി നമുക്ക് അധികം വൈകാതെ കേൾക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.